എന്താ ഡാഡി പുസ്തകം നോക്കിയിരുന്ന് ചിരിക്കുന്നേ? അയ്യോ, ഇത് പുസ്തകമല്ല, എന്റെ ജാതകമാടി. എത്ര വയസ്സ് വരെ ജീവിക്കുമെന്ന് നോക്കുവാണോ? അതിന് ജാതകം ഒന്നും നോക്കണ്ട. മമ്മിയുടെ അച്ഛമ്മയുടെയും കൂടെ ജീവിക്കുന്നിടത്തോളം കാലം ബാക്കി ഞാൻ പറയാലോ. ഡാഡി ഇപ്പോഴും ടെൻഷൻ അടിപ്പിക്കണ്ട. ജാതകപ്രകാരമേ എനിക്ക് 98 വയസ്സ് വരെ ആയുസ. സമാധാനമായി. ഇങ്ങനെ പോയാൽ അത്ര വരെ എത്തുവോ? ഇന്നലെ തന്നെ തീരേണ്ടതായിരുന്നു. ശരിയാടി, ദൈവം ആരക്ഷിച്ചത്. അച്ഛമ്മയും അമ്മയും യുദ്ധം ചെയ്യുന്ന സമയത്ത് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്നാലും അമ്മ അവളെ പാത്രം കൊണ്ടെറിഞ്ഞേറെ എന്റെ തലയ്ക്ക് ഉള്ളൂന്ന് ഞാൻ അറിഞ്ഞു. ഈ വീട്ടിൽ ജീവിക്കണമെങ്കിലേ ഹെൽമെറ്റ് വെക്കേണ്ടി വരും മിക്കവാറും. ശരിയാടി. വേണ്ട, വരുന്നു. കണ്ടോ, അവരിപ്പോ ഒന്നായി. ഡാഡിയുടെ തല ഡാമേജ് ആയിരുന്നു മിച്ചം. അങ്ങോട്ട് മാറണ്ട. അമ്മ അമ്പലത്തിൽ പോയിട്ട് വരികയായിരിക്കും. അല്ല, കുളിക്കാൻ പോയിട്ട് വരും. അതിനേട്ടാ, നിങ്ങൾ നന്നായി കണ്ടാലേ 101 പ്രാവശ്യം ഷൈന പ്രദർശനം ജയിപ്പിച്ചേക്കാൻ നേർന്നിട്ട് വന്നേക്കാം ഞങ്ങള്. നിങ്ങൾ തന്നെ. എന്നാ ഞാൻ ഒരിക്കലും നന്നാകത്തില്ല. അതറിയാം. ഇന്നലെ ഞാൻ ഇവക്കൊട്ട് കൊടുത്തെറിഞ്ഞ ആരാണ് നിനക്ക് കൊണ്ടത്. ഇന്ന് ഞാൻ നേരിട്ട് നിനക്ക് അങ്ങ് എറിയാൻ പോവാ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ ഡാഡിയെ കൊല്ലരുത് പ്ലീസ്. സുശീല, വെക്കുമ്പോ എനിക്ക് അധികം അങ്ങോട്ട് കാണാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാടി അത് വെക്കുന്നേ? ഇതുപോലുള്ള ആൾക്കാർ വരുമ്പോഴാ എന്റെ ഒരു മൂഡോട്ടൊക്കെ ഒന്ന് മാറുന്നേ. സുശീല ആളാകെ അങ്ങ് മാറി, ഒരു ഹൈടെക് മീമിപ്പനക്കാരിയായി. ഇനി എന്നുള്ള ആ വിളിയും കൂടെ ഒന്ന് മാറ്റണം. എന്നാ ഇനി ഞാൻ ഹായ് എന്ന് വിളിക്കാം. ഒരു മീൻകാരിക്ക് ഇത്ര അഹങ്കാരം പാടില്ല. ഉള്ള രാവിലെ എന്റെ വൈകുന്നേരം കേൾക്കും. എന്തോടി പറഞ്ഞേ? തള്ളേന്ന്. ആ, നിന്റെ കയ്യിൽ ഇനി മീനുണ്ടോടി? അയ്യോ, അത് പിടയ്ക്കുന്ന മീനാ. നോക്ക്, നിന്റെ മീൻ ഇവിടെ ആർക്കും വേണ്ട. മീനോ? അമ്മ ഒന്ന് വെറുതെ ഇരിക്കാമേ. ഒരു നല്ല മീൻ കൂട്ടാൻ കൂട്ടിട്ട് എത്ര നാളായെന്നറിയാവോ? ഇവിടെ മീൻ വേണ്ട, നമുക്ക് വേറെ മേടിക്കാം. ഞാന് പോയി മേടിക്കാനാ? മീനൊക്കെ ഇപ്പൊ ഭയങ്കര ഡിമാൻഡ് അല്ലയോ? കാറ്റും മഴയും കാരണേ ആരും കടലിലോട്ടൊന്നും പോകുന്നില്ല. ആണോ? അപ്പൊ നീ റോഡിൽ നിന്നാണോ ഈ മീൻ പിടിച്ചേ? എന്റെ മോനല്ലേ ഇപ്പൊ റോഡിൽ നിന്ന് മീൻ പിടിക്കാം. ഡി, ഒരു 50 രൂപയ്ക്ക് മീൻ എടുക്കും. 50 രൂപയ്ക്ക് മീനോ? അവാർഡ് കിട്ടിയതിന് ശേഷം ഞാൻ ഈ അളിഞ്ഞ മത്തിയും അയിലയൊക്കെ വിൽക്കുന്ന അങ്ങ് നിർത്തി. അവാർഡോ? എനിക്ക് എന്തോത്തിന്? മികച്ച മീമപ്പനക്കാരിക്കോ? പത്രം ഒന്നും വായിക്കാറില്ലയോ? ഉണ്ട്. എന്നിട്ട് പത്രത്തിൽ എന്റെ ന്യൂസ് വരുന്നതൊന്നും കണ്ടില്ലയോ? ഞങ്ങൾ മെയിൻ ന്യൂസ് മാത്രമേ വാങ്ങിക്കുള്ളൂ അല്ലേ? നല്ല ന്യൂസൊക്കെ നോക്കത്തുള്ളൂ. കണ്ട മീൻകാരിക്കൊക്കെ അവാർഡ് കിട്ടിയത് എവിടെ കാണാൻ? എവിടെ നോക്കിക്കേ, എന്റെ പടവും ഉണ്ട്. ഇത് ഗുസ്തിക്കാരുടെ പടമല്ലയോ? കൊച്ചക്ഷരത്തില് ഇപ്രാവശ്യത്തെ മികച്ച സീരിയൽ നടിക്കുള്ള പത്മിനി അവാർഡ് പട്ടിക്കര സുശീലയ്ക്ക്. നിന്റെ പേര്? അയ്യോ, സ്ഥലപ്പേരാ പട്ടിക്കര. പട്ടിക്കര സുശീല. വേണ്ട വേണ്ട, ബാക്കി വായിക്കണ്ട. കൊണ്ടുപോകുന്ന നീ നടന്നതല്ലേ. അതിന്റെ അഹങ്കാരം വിളി കാണിക്കുന്നേ. തല മീൻ വേണേ മേടിക്കാൻ. എനിക്ക് ഷൂട്ടിന് പോട്ടതാ. മീൻ വേണോ? മീൻ വേണ്ട. അമ്മ ഈ വഴക്കൊന്ന് നിർത്ത. സുശീലേ, എനിക്കൊരു ഓട്ടോഗ്രാഫ് തരൂ. തരാലോ, കടലാസ് എടുത്തോണ്ട് വന്നാട്ടെ. അതിന് നിനക്ക് എഴുത്തുമായനെ അറിയാവടി? ഒരു മീൻ കച്ചവടം കൊണ്ട് ഇറങ്ങി എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ട്. ഇതെല്ലാം കൊടുത്ത് ഞാൻ തലക്കൊരു അടി. നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്ര അസൂയ? നിനക്ക് അസൂയ തന്നെ അടി. ഓ, അവിടെ ഒരു കുരങ്ങ് മോന്തേ കൊണ്ട് അവൾ നടക്കുന്നു. അതെ, ടിവിക്കകത്തൊക്കെ പടം വന്നെങ്കിൽ സൗന്ദര്യം വേണം, അഭിനയിക്കാനുള്ള കഴിവും വേണം. അല്ലെങ്കിൽ മൂത്ത് നിറച്ച് ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. എന്റെ മീൻ നിങ്ങൾക്ക് തരത്തില്ല. ആർക്ക് വേണം നിന്റെ ഈ ഉണക്ക മീന്? അതെ സുശീലേ, അമ്മ പറഞ്ഞതൊന്നും അതെ സുശീലേ. മീൻ വേണോ? അതല്ല, ഈ സീരിയൽ അഭിനയിക്കാനേ എന്താ വേണ്ടേ? അയ്യോ, അതിനാദ്യം സൗന്ദര്യം വേണം, പിന്നെ അഭിനയിക്കാനുള്ള കഴിവും വേണം. അത് നിന്നെ കൊണ്ടോ? പിന്നെ അതുകൊണ്ടല്ലേ എനിക്ക് അവാർഡൊക്കെ കിട്ടിയേ. അതെ, എന്തുവാ ചേച്ചി? അതല്ല സുശീലേ, എന്തുവാ? അതെ, എനിക്ക് ഒന്ന് അഭിനയിക്കാം. അയ്യോ, അതൊക്കെ ഭയങ്കര
റിസ്ക് ഉള്ള കാര്യമില്ലയോ? അങ്ങനൊന്നും എളുപ്പമൊന്നും പറ്റത്തൊന്നുമില്ല. അതെ സീരിയല്ലേ നീ വിചാരിച്ച എനിക്കൊരു ചാൻസ് മേടിച്ചു തരാൻ പറ്റും? എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല ചേച്ചി. ആ പിന്നെ ചേച്ചി അത്രയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷെ അഭിനയിക്കാൻ പഠിക്കണം. അത് ഈ തലയുടെ മുമ്പിൽ അഭിനയിച്ച് എനിക്ക് ശീലം. പക്ഷെ അതിന്റെ മർമ്മവശങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അത് നീ എനിക്ക് പറഞ്ഞുതരാം. ഞാനേ എനിക്ക് ഫ്രീ ഉള്ള സമയത്തൊക്കെ ഞാൻ വരാം. നീ എപ്പോഴാണ് ഫ്രീ ആവുന്നേ? ഫ്രീ ആവുന്നതെന്ന് വെച്ചാൽ ഒരു 2 മണിക്ക് ശേഷം ഞാൻ ഫ്രീ ആവും. അപ്പൊ ഞാൻ വരട്ടെ? ഇവിടെ ആള് കാണുമല്ലോ. ആ തള്ള എങ്ങനെ ഇതൊന്ന് ഒഴിവാക്കുന്നേ? പഠിക്കണം, അഭിനയം പഠിക്കണം. വേണം. സീരിയൽ അഭിനയിക്കണം. ഓക്കെ ഞാൻ ഏറ്റി ചേച്ചി. ഞാൻ എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കാം കേട്ടോ. ഞാൻ പോയിട്ട് വരട്ടെ? ബാക്കി ഈ മീനോട് അങ്ങനെ ഇട്ടേച്ചാൽ 2 മണിക്ക് ആ തള്ള ഒഴിവാക്കണേ. വിമാന മീനേ കുറച്ചും കൂടെ താച്ചമ്മേ. പ്രസാദവാ അമ്പലത്തില്. ബിരിയാണി ഒന്നും അല്ല, മൂക്കുകൂട്ടത്തിന്. നല്ല രസമുണ്ട് അച്ഛമ്മേ. നിന്റെ തന്ത എവിടെയടി? ഞാൻ അവന്റെ പേര് കഴിപ്പിച്ചതാ. നന്നാവാനൊന്നും പോകുന്നില്ല. എന്നാലും നമ്മുടെ ഒരു മനസ്സമാധാനം. എടാ അർജുന, ഡാഡി ഓ ഞാൻ നന്നാകാനൊന്നും പോകുന്നില്ലമ്മേ. 50 വയസ്സ് വരെ എനിക്ക് കഷ്ടകാലമാണ്. അത് കഴിഞ്ഞ് രാജയോഗമുണ്ട്. ജാതകം നമുക്ക് വേറൊരു ജോത്സ്യനെ കൊണ്ട് കാണിക്കാം. തൽക്കാലം നീ ഇത് കഴിക്ക്. അമ്പലത്തിൽ നിനക്ക് വേണ്ടി കഴിപ്പിച്ചതാ. ഇത് തന്നെ പറ്റിയ സമയം. എങ്ങനെ ഇവരെ മാറ്റി നിർത്തുമെന്ന് തല പുകഞ്ഞ് ആലോചിക്കുകയായിരുന്നു. താങ്ക് യു ഗോഡ്. അമ്മേ, അർജുനേട്ടന്റെ ജാതകം നോക്കിക്കുന്ന കാര്യമേ ഞാനും ആലോചിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവോ? എന്തോ പ്രശ്നമുണ്ട്. ഇനി വെച്ച് താമസിപ്പിക്കാൻ പാടില്ല അമ്മേ. അയ്യോ അത്രയ്ക്ക് അത്യാസന്ന നിലയിലൊന്നും അല്ല ഞാൻ. ആഹാ, അത് ഞങ്ങള് തീരുമാനിച്ചോളാം. ഞാനും കുറെ നാളായിട്ട് വിചാരിക്കുന്നു എന്തോ പ്രശ്നമുണ്ട്. ആരാ മോളെ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ലൊരു ജോത്സ്യൻ? അയ്യോ എന്തിനാ ജോത്സ്യൻ? കമ്പ്യൂട്ടർ ജാതകം ഇല്ലയോ? കമ്പ്യൂട്ടർ ജാതകമാണ് ഞാൻ ഉണ്ടാക്കി തരാം. ബെസ്റ്റ്. അപ്പൊ സ്വന്തം തന്തയുടെ ഭാവി ജീവിതം കൊണ്ട് തന്നെ കളിക്കണം നിനക്ക് ഇല്ലയോടാ? അമ്മ, ടൗണിലെ പ്രശാന്ത് ജോത്സ്യൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. അയാളെ കുറിച്ച് നല്ല അഭിപ്രായം കേൾക്കുന്നേ. ആണോ? അയാളുടെ സ്വഭാവത്തെ കുറിച്ചായിരിക്കും. നീ ഇതിൽ ഇടപെടണ്ട, ഇത് ഞങ്ങള് തീരുമാനിച്ചോളാം. അല്ല, മറ്റുള്ളവരുടെ ഭാര്യമാരുടെ രാവുകാലം ഗണിക്കുന്ന ജോത്സ്യന്റെ ഭാര്യ വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. ആ ജോത്സ്യനാണ് ഈ പ്രശാന്തി ജോത്സ്യൻ. ഗുരുത്വദോഷം പറയില്ലേ അർജുനേട്ടാ? എന്നാ പിന്നെ നാളെ രാവിലെ നമുക്ക് അങ്ങനെ പോയി കാണാം, അല്ലയോ? എന്തിനാമ്മേ നാളെ രാവിലെ ആക്കുന്നേ? ഇപ്പൊ തന്നെ പൊക്കൂടെ? ഇന്ന് തന്നെ പോ. ഒരിക്കലും ഒരു കാര്യവും നമ്മള് നാളത്തേക്ക് വെക്കരുത്. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയേക്കാം, ഇല്ലയോ? അതെ, വേഗം റെഡിയാവും. അല്ല ഞാൻ എപ്പോഴേ റെഡി. മക്കളെ നിങ്ങളും കൂടെ പൊയ്ക്കോ. വേണ്ട പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാലോ. അപ്പൊ നീ വരുന്നില്ലയോ? ഞാൻ വരുന്നില്ല. ഇവിടെ ആരെങ്കിലും വേണ്ട? ഒരുപാട് പാത്രങ്ങളും അലക്കാനൊക്കെ കിടപ്പുണ്ടേ, അതാ. ഓ, അതൊക്കെ വന്നിട്ട് ചെയ്താൽ മതി. ഞാനും കൂടെ ചെയ്യത്തില്ലയോ? പിന്നെന്താ? വേണ്ട അമ്മ, നേരെ ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങ് മടിയാ. നിങ്ങൾ പോയിട്ട് വാ. മോനലി, ഈ ജാതകം നോക്കുന്നതിനേക്കാളേ നിങ്ങളെ രണ്ടുപേരെ നോക്കിയായിരിക്കും എന്റെ ഭാവി പ്രവചിക്കാൻ കഴിയുക. അത് പറ്റത്തില്ല. നീ വരണം. നീ വന്നാലേ ഒക്കത്തുള്ളൂ. നീ വരാതെ ഞങ്ങൾ പോകുന്ന പ്രശ്നമേ ഇല്ല. മമ്മിയും കൂടെ വാ മമ്മി, നമുക്ക് ജോലി അടിച്ച് പോയിട്ട് വരാം. അത് എന്താന്നറിയാമേ, എനിക്ക് ഭയങ്കര തലചുറ്റല് പോലെ വന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല, അതാ. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ പോവാം. അല്ല, അത് മാത്രമല്ല, പിന്നെ 5 പേര് ഒരുമിച്ച് ഇറങ്ങാൻ പാടില്ല. ആര് പറഞ്ഞ 5 പേര് ഒരുമിച്ച് ഇറങ്ങാൻ പാടില്ല? 3 പേരാ. 3 പേരാ? അല്ലല്ല, 5 പേര്. 3, 5, 7 അങ്ങനെ ഇറങ്ങാൻ പാടില്ല. 4 പേര് പോവാം. 4 പേര് പോവാം. നിങ്ങൾ 4 പേര് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇവള് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് 4 പേർ കൂടെ പോവാം. അയ്യോ അത് വേണ്ട, ഇവള് മടിച്ച് പാത്രം ഒന്നും കഴുകത്തില്ലല്ലോ. റെസ്റ്റ് എനിക്കല്ലേ അമ്മ വേണ്ടത്. ഭയങ്കര തലകറക്കം. നീ വരാതെ പോകുന്ന പ്രശ്നമേ ഇല്ല. നീ വരണം. മമ്മിയും കൂടെ വാ, നമുക്ക് പോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിക്കാൻ. തലവേദനയ്ക്ക് അതാ നല്ലത്, അതാ നല്ലത്. കുഴപ്പമില്ല. ഡോക്ടറെ കാണണ്ട, എനിക്കൊന്ന് കിടന്നാ മാറാവുന്നതേ ഉള്ളൂ. എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. പിന്നെ എന്ത് കളലക്ഷണം? ഒരു കളലക്ഷണമില്ല. നീ പോടി എവിടുന്ന്. പോയിട്ട് വാ അമ്മേ, സമയം കളയാതെ. എന്നാ പിന്നെ നീ വരണ്ട, ഞങ്ങൾ പോയിട്ട് വരാം. അതെ, എന്റെ മോന്റെ കാര്യമല്ലോ, എനിക്ക് പോകാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. അതെ. എടി, നീ പോയി എന്റെ പേഴ്സ് ഇങ്ങ് എടുത്തോണ്ടോ. നമുക്ക് പോയിട്ട് വരാം. ഇവിടെ എല്ലായിടവും വൃത്തിയാക്കി ഇട്ടേക്കണം. ഇതൊക്കെ എടുത്ത് കഴിച്ചു ബാക്കി എടുത്ത് പോയി കളഞ്ഞേക്കാൻ ഞാൻ. യെസ്, രക്ഷപ്പെട്ടു. ഈശ്വര, സുശീല പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു.
എന്റെ പൊന്നു സുശീലെ ഒരു തരത്തിൽ അവരെ പറഞ്ഞു വിട്ടത്. സുശീലക്ക് ചായ എടുക്കട്ടെ? അയ്യോ വേണ്ട ചേച്ചി, എനിക്ക് വേഗം അങ്ങ് പോകേണ്ടതാ. ആണോ? എന്നാ പിന്നെ ഈ സീരിയൽ കയറി പറ്റാനുള്ള വഴി പറ. കലാതിലക പട്ടം കിട്ടിയാലേ സിനിമയിലേക്ക് കയറാനൊക്കെ എളുപ്പമാ. പക്ഷെ സീരിയലിന് അതൊന്നും വേണ്ട. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇല്ലില്ല. അപ്പൊ ആരെയും മുട്ടണ്ടേ? ചേച്ചി ഞാനൊക്കെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കയറി മൂത്ത് അങ്ങ് നായികയായതാ. അതിനിടെ നീ നായികയായോ? ഏത് ഏത്? അതിന്റെ സീരിയൽ കാണാത്തതിന്റെ കുഴപ്പമോ ഇതൊക്കെ? ചേച്ചി എന്റെ പരിചയത്തിൽ ഒരു സുദർശൻ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ഉണ്ട്. ഞാനേ അയാളോട് ചേച്ചിയുടെ കാര്യം പറയട്ടെ? അത് മതി. ഇന്ന് തന്നെ പോകേണ്ടി വന്നാലേ ഹസ്ബൻഡ് സമ്മതിക്കോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, സിനിമയിൽ അഭിനയിക്കാനൊന്നും അല്ലല്ലോ പോകുന്നത്, പാവം സീരിയലിൽ അഭിനയിക്കാനല്ലയോ? അത് കുഴപ്പമില്ല. കഷ്ടം, അഭിനയിക്കാനുള്ള മോഹം. അതെ അതെ അതെ. അമ്മായിയമ്മയെ കാണിക്കാനായിരിക്കും. ഒരു എപ്പിസോഡെങ്കിലും ഒരു എപ്പിസോഡ് എനിക്ക് അഭിനയിക്കണം. അതെന്റെ അമ്മായിമ്മ കാണുകയും വേണം. പിന്നെ സുദർശൻ സാറിന്റെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും. ചേച്ചിക്ക് അഭിനയിക്കാനൊക്കെ അറിയാവോ? പിന്നെ കൊള്ളാം, എന്റെ ബ്ലഡിൽ ലയിച്ച് ചേർന്നിരിക്കുക അഭിനയം എന്ന് പറയുന്നത്. നീ എന്തോ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ അഭിനയിച്ച് കാണിക്കാം. ഞാനെന്നാ ഒരു കാര്യം പറയാം. ചേച്ചി അതുപോലെ ഒന്ന് അഭിനയിക്കുവോ? ചേച്ചി ബാലാമണി സീരിയൽ കണ്ടിട്ടുണ്ടോ? പിന്നെ അതിൽ ബാലാമണിയുടെ കുറെ ഭാവങ്ങളൊക്കെ ഉണ്ട്. അതല്ലേ ഒരു ഭാവം ചേച്ചി ഒന്ന് കാണിച്ചേ, ഞാൻ ഒന്ന് കാണട്ടെ. ഈ ബാലാമണി കടലിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു രംഗമുണ്ട്, അത് അഭിനയിക്കാം. നോക്കി നിൽക്കുവാണേ. എനിക്കെല്ലാവരും ഉണ്ട്, പക്ഷെ ആരുമില്ലാന്നൊരു തോന്നൽ. എന്ന് വെച്ചാ അച്ഛനുണ്ട്, കണ്ടിട്ടില്ല. അമ്മയുണ്ട്, എവിടെയാണെന്നറിയില്ല. ഭർത്താവുണ്ട്, ഉപേക്ഷിച്ചു പോയി. ഇതാണ് അഭിനയം. ഇങ്ങനല്ല ചേച്ചി അഭിനയിക്കണ്ടേ. പിന്നെ മ്യൂസിക് ഉണ്ട്, അതിനുള്ള സമയം കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. അച്ഛനുണ്ട്, കണ്ടിട്ടില്ല. അമ്മയുണ്ട്, എവിടെയാണെന്നറിയില്ല. ഭർത്താവുണ്ട്, ഉപേക്ഷിച്ചു പോയി. നിനക്ക് അവാർഡ് കിട്ടിയെങ്കിൽ എനിക്ക് ഓസ്കാർ കിട്ടും. അയ്യോ ചേച്ചി, അതെ വെയിൽ കൊണ്ടോണ്ട് വന്നിട്ട് ഈ അഭിനയം വരാത്തത്. ഇപ്പോഴിപ്പൊ വെയിൽ കൊണ്ട് അഭിനയം വരത്തില്ല ചേച്ചി. ഈ അമ്മായിയമ്മയെ മരുമകള് വഴക്ക് പറയുന്ന സീനുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ തകർക്കും. എനിക്ക് ഡയലോഗ് പോലും വേണ്ട. ചേച്ചി അഭിനയമൊക്കെ നമുക്ക് ഓക്കെ ആക്കാം. പക്ഷെ ചേച്ചിക്ക് എന്റെ അത്ര സൗന്ദര്യം ഇല്ല ചേച്ചി. നീ ഇപ്പൊ കണ്ണാടി ഒന്നും നോക്കാറില്ലല്ലേ? നിന്റെ മുഖം നിനക്ക് അഭിനയിപ്പിക്കാൻ പറ്റൂല്ലേ? അത് പറ ചേച്ചി. ഈ സൗന്ദര്യമോ അഭിനയമോ ഒന്നും ഇല്ലെങ്കിലും സീരിയൽ നടിയാവാം. നടിയാവോ? എങ്ങനെ? അതിനെ കുറച്ച് കാശ് മുടക്കണം. എന്തിന് ചേച്ചി? ഈ ഡയറക്ടർമാർക്ക് അതിന്റെ പുറകെ നിൽക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ പൈസ കൊടുക്കണം. എന്നിട്ട് ആ പൈസ കൊടുത്തു കഴിയുമ്പോ നമ്മള് വലിയ നടിയാവും. അതെങ്ങനെ? ചേച്ചിയുടെ 10,000 രൂപയുണ്ടോ? 10,000 രൂപയുണ്ടോ? രൂപയൊന്നുമില്ല. 5000 രൂപ. 5000 ഉള്ളൂ തൽക്കാലം. നോക്കട്ടെ. 5000 5000 എടുത്തോണ്ട് വാ. 5000 കൊടുത്താ അഭിനയിപ്പിക്കൂ. ഞാൻ സുശീലല്ലേ ചേച്ചി പറയുന്നേ. നീ എന്റെ ബലം. ചേച്ചി എടുത്തോണ്ട് വാ. പറ്റിക്കരുത്. ഇല്ല ചേച്ചി. അതെ, അമ്മയുടെ ഒന്ന് മോട്ടിച്ചതാ. അത് അഭിനയിച്ച് പൈസ കിട്ടുമ്പോ അമ്മയ്ക്ക് അങ്ങ് തിരിച്ചു കൊടുത്താ പോരായോ? ചേച്ചി ഇന്ന് തന്നെ കുണ്ടന്നൂര് വരണം. കുണ്ടന്നൂർ അറിയാലോ? അവിടെ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എന്നും പറഞ്ഞ ഒരു വാൻ അവിടെ കിടപ്പുണ്ട്. എന്നൊരു ബാനറൊക്കെ എഴുതിയ ഒരു വാന് അവിടെ കിടപ്പുണ്ട്. അതിനകത്ത് സുദർശൻ സാറ് കാണും. ഞാനും അവിടെ തന്നെ കാണും. ചേച്ചി വന്നേരം ധൈര്യമായിട്ട് വാ, നമുക്ക് അഭിനയിച്ച് തകർക്കാം. ഇന്ന് തന്നെ അഭിനയിക്കാൻ പറ്റുമോ? പിന്നെന്താ, വന്ന ഉടനെ അങ്ങ് ചെയ്യരുതോ? പിന്നെ എനിക്കുണ്ടായിരുന്നു ഫസ്റ്റ്. പോകുന്നില്ലേ? പോണം. അയ്യോ സമയമില്ല. അപ്പൊ 4 മണിക്ക് തന്നെ എത്തിയേക്കണം കേട്ടോ. ഓക്കെ ശരി. വരണേ. കൊള്ളാം. അയ്യോ ശരി, ടാറ്റാ. വരണേ. ഒരുങ്ങി സുന്ദരിയാ. അച്ഛനുണ്ട്, എവിടെയാണെന്നറിയില്ല. അമ്മയുണ്ട്, കണ്ടിട്ട് പോലുമില്ല. ഭർത്താവുണ്ട്, ഉപേക്ഷിച്ചു പോയി. എന്ത് പടി? അഭിനയം പഠിക്ക് വന്നോ? നിന്നെ അഭിനയം പഠിപ്പിക്കാനാണോ ആ മീൻകാരി കൊണ്ട് കയറി വന്നത്? നിങ്ങളെന്താ ഇത്ര പെട്ടെന്ന് ഇഞ്ഞു പോന്നേ? അയാൾ ഇന്ന് ലീവാ, നാളെ വരാൻ പറഞ്ഞു. വേറെ ജോത്സ്യന്മാരില്ലായിരുന്നോ? അവൾ എന്തിനാ വന്നതെന്ന് പറ. അത് പിന്നെ ഒരു 5000 രൂപ കടം തരുമെന്ന് ചോദിക്കാൻ വന്നതാ. എന്റെ ഇരിപ്പില്ല എന്ന് പറഞ്ഞു. അത് കൊള്ളാം. അവളുടെ മട്ടും മാതിരിയും പടുതിയും ഒക്കെ കണ്ടാലേ 1 ലക്ഷം രൂപ ഞാൻ ഇങ്ങോട്ട് കടം ചോദിക്കാൻ ഇരിക്കുവായിരുന്നു. മിടുക്കി.
തുടങ്ങിയോ? നാളെ വരെ ഒന്ന് ക്ഷമിക്കേണ്ട ഡാഡി. യോമാർക്ക് ഇത് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതി എന്താ? അച്ഛമ്മേ, അച്ഛമ്മേ, എന്ത് വേടാ, എന്തിനാ കിടന്ന് കീറുന്നേ? ഡാഡി വീണ്ടും ജാതകം എടുത്ത് നോക്കാൻ തുടങ്ങി. അതമ്മ ഈ ടെൻഷൻ വരുമ്പോ ഇതെടുത്ത് നോക്കിയാലേ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോന്ന് അറിയാം. ഇപ്പൊ എന്തുവാ നിന്റെ മനോവിഷമത്തിന്റെ കാരണം? പറ. അത് അമ്മ ഈ പൂട്ടിയ ബാറുകളൊന്നും തുറക്കുന്നില്ല. അതിന്റെ ജാതകദോഷം കൊണ്ടാണ് ഈ ബാറ് തുറക്കാത്ത? അല്ല, അത് മാത്രമല്ല ഈ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നുമില്ല. അത് ജാതകത്തിലുണ്ടോ? കുടിയന്മാരുടെ ജാതകദോഷാണോ പരക്കെ പറയുന്നത്? അങ്ങനെ നീ എന്നെ കുടിയനാക്കിയൊന്നും വേണ്ട. ഓ, ബാർ തൊഴിലാളികളുടെ അവസ്ഥ ഓർത്താ എനിക്ക് വിഷമം. അമ്മേ, ഞാനൊന്നേ എൻ്റെ അമ്മയുടെ അടുക്ക വരെ പോയിച്ചു വരാവേ. അമ്മയ്ക്ക് ഭയങ്കര പനി, ഹോസ്പിറ്റലിൽ. അപ്പോൾ ഒന്ന് പോയി കണ്ടേച്ചു വരാം. ഓ, ഇത്രയും നാളും ഇല്ലാത്ത പോലെ ഇപ്പൊ എന്താ പെട്ടെന്ന് അമ്മയോട് ഒരു സ്നേഹം പൊത്തിയത്? പനി ആയതുകൊണ്ടല്ലേ അമ്മേ? ആ, എന്നാ പിന്നെ ഒറ്റയ്ക്ക് പോകണ്ട. എടാ നീ ഇവിടെ ചൊല്ലി. വേണ്ട, അത് വേണ്ട. അത്രയ്ക്ക് വലിയ സീരിയസ് ഒന്നും അല്ലല്ലോ. വേണ്ട, ഞാൻ പോയിട്ട് വരാം. ഞാനും വരും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ബസ്സിൽ പോയിട്ട് വേഗം വരാം. വേണ്ട, അവൻ കാറിൽ കൊണ്ടുപോകും. വേണ്ട, പെട്രോൾ അടിക്കണ്ടേ അമ്മ? എന്ത് ചെലവാ? ഇതാകുമ്പം 20 രൂപയല്ലേ ഉള്ളൂ. പോയിച്ച് വേഗം വരാമല്ലോ. അല്ല കൊണ്ടുപോ. വേണ്ട, പിള്ളേരും അമ്മയും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അർജുനേട്ടാ. അതുകൊണ്ടാണ് ഞാൻ പോയിട്ട് വേഗം വരാം അമ്മ. പിള്ളേരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണ്ട് അർജുനേട്ടാ. പിന്നെ ഡാഡിയെ ഞങ്ങളെ നോക്കണം. അമ്മയ്ക്ക് എന്നെ കാണാൻ പറ്റാതിരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഞാൻ വേഗം വരാം കേട്ടോ. കണ്ടോ, അമ്മയോട് സ്നേഹമുള്ള മക്കളെ കണ്ടോ? ഒരു ചെറിയ പനിയെന്ന് പറഞ്ഞപ്പോൾ അവൾ ഓടിപ്പോയത് പോക്ക് കണ്ടോ? എനിക്കും ഉണ്ടല്ലോ ഇവിടെ 2-3 എണ്ണം. അച്ഛമ്മയുടെ പെൻഷൻ വന്നെന്നറിഞ്ഞ ഓടി വരും. അതെ, എന്റെ കാശിനെ മാത്രം സ്നേഹിക്കുന്ന മക്കളാ. അമ്മയ്ക്കൊരു പനി വന്ന് നോക്കട്ടെ, അപ്പ ഞാൻ കാണിച്ചു തരും. അയ്യോ, എനിക്കറിയില്ല എന്റെ മക്കളെ. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ? ഡാഡി വേണം. അകത്തോട്ട് വന്നോട്ടെ. ആ, കേറി വാ. നീ കയറി വാ. അയ്യോ, തേങ്ങാ ടിവിയുടെ അവതാരിക അമ്മയ്ക്ക് മനസ്സിലായില്ലയോ? മമ്മിയോട് കുറെ ചോദ്യം ചോദിച്ച് സമ്മാനം കൊടുത്ത ഓർമ്മയില്ലേ? ആ രംഗം TV വരാതിരിക്കാൻ വേണ്ടി അച്ഛമ്മ ഫ്യൂസ് ഊരി ചെയ്ത് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. വീണ്ടും അവർക്ക് സമ്മാനം കൊടുക്കാൻ വന്നിരിക്കുവാണോ? എന്താ ഇന്ന് മോനവലിയില്ല, അപ്പൊ സമ്മാനം അമ്മയ്ക്കായിരിക്കും. നേരെ മോളിരിക്കെ. ചായ വേണോ കാപ്പി വേണോ? ഞാൻ എടുക്കാം. മോഹനവല്ലി മാഡം ഇല്ലേ ഇവിടെ? അയ്യോ, അവളെ അവിടെ അമ്മയ്ക്ക് സുഖമില്ലാതെ ആശുപത്രി പോയിരിക്കുക. എന്നാ ഞങ്ങൾ പിന്നെ വരാം. നിക്കടി അവിടെ. എന്താ ഞങ്ങളാരും പോരെ നിനക്ക് ഇന്റർവ്യൂ എടുക്കാനായിട്ട്? അച്ഛമ്മ ഭയങ്കര ജീനിയസാ. അയ്യോ, അതിന് ചോദ്യം ചോദിക്കുന്ന പരിപാടി അല്ലമ്മേ. പിന്നെ വീട്ടിലെ പാട്ടെന്ന പ്രോഗ്രാമാ. ഞങ്ങൾ ഓരോരോ വീടുകളിലൊക്കെ കേറും. എന്നിട്ട് അവിടുത്തെ വീട്ടമ്മമാരെ കൊണ്ട് നല്ല പാട്ടൊക്കെ പാടിക്കും. ടിവിയിലൊക്കെ വരും വന്നിട്ട്. ആണോ? എന്നാ ഞാനായ ഇവിടുത്തെ വീട്ടമ്മ. എനിക്ക് നല്ല പാട്ട് പാടാൻ എടുത്താ മതി. ഇല്ലയോടാ? പിന്നെ നന്നായിട്ട് പാടും. മായാവതി എന്നല്ലേ അമ്മയുടെ പേര്? അതെ, ഇവന്റെ പേര് ഓർമ്മയുണ്ട് ഇല്ലയോ? അങ്ങനെ ആഴ്ചയിലാഴ്ച പേര് മാറ്റിയിരുന്ന ശീലമൊന്നും ഞങ്ങളുടെ അമ്മയ്ക്കില്ല. അപ്പൊ അമ്മയെ നമുക്ക് നോക്കാം. ഞാൻ പോയി സാരി മാറ്റിട്ട് വരാം. അതൊന്നും വേണ്ടമ്മേ, ഈ സാരി തന്നെ മതി. ഇതാണെങ്കിൽ ഒരു ഒറിജിനാലിറ്റി കിട്ടത്തുള്ളൂ. അമ്മ ഏതായാലും ഒരു അടിച്ചുപൊളി പാട്ട് പാടണം. അപ്പൊ നമുക്ക് നോക്കാം. നോക്കാം. വീട്ടിലെ പാട്ട് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ആദ്യമായി ഗാനം ആലപിക്കുന്നത് മായാവതി എന്ന സുന്ദരിയായ അമ്മയാണ്. അമ്മയുടെ ഒരു അടിച്ചുപൊളി ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. അമ്മേ, ഒരു അടിച്ചുപൊളി പാട്ട് പാടാം. അയ്യോ, ഇതാണ് അടിച്ചുപൊളി പാട്ട്. വേറൊരെണ്ണം പാട്. ഇത് വേണ്ടേ? നല്ല സ്പീഡുള്ള ഒരു പാട്ട്. അച്ഛമ്മേ, അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി എന്നുള്ള പാട്ട് പാടും. എന്നാ അറിയാവുന്ന ഏതെങ്കിലും ഒരെണ്ണം പാടിക്കോ. അറിയാവുന്ന പാട്ട്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, കലക്കി അറിയാതെ വയ്യ. ഇത്രയും ടാലന്റ് ആയിട്ട് അമ്മ എന്താ സിനിമയെ പാടാഞ്ഞേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ ശരി. അല്ല, ഇത് എപ്പോഴാ TV വരുന്നേ? തേങ്ങാ ടിവിയിൽ ഇന്ന് 7 മണിക്ക് തന്നെ കാണിച്ചേക്കാൻ രാത്രി. കാണുമോ? ആണോ? അയ്യോ, ശരി ശരി. ഹലോ, എക്സ്ക്യൂസ് മീ. അതെന്താ? ബെസ്റ്റ് ആളോടാ ചോദിച്ചത്. പിന്നെ ബ്രദർ, ഇവിടെ
അടുത്തെവിടെയെങ്കിലും സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ കട്ട് എന്നൊക്കെ പറഞ്ഞ് ബാനറോ അല്ല വാനോ അങ്ങനെ എന്തെങ്കിലും കണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ കണ്ടൂടെ? അല്ല ഇവിടെ എവിടെയെങ്കിലും ഷൂട്ടിംഗ് നടക്കുന്നതായിട്ട് ചേട്ടൻ അറിയാം? അതൊന്നും ഇവിടെ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാനിവിടെ കാണോ? ഞാൻ അവിടെ കാണുമല്ലോ. ഹലോ സുശീലേ, അതെ നീ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുവാ. ഇവിടെ ഞാൻ വാനും കണ്ടില്ല, ഷൂട്ടിങ്ങും കണ്ടില്ല. നീ എവിടെയാ? ഞാനിവിടെ മീൻ വിട്ടോണ്ട് നിൽക്കുവാ. എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ? 5000 രൂപയോ? അയ്യോ, 5000 രൂപ മേടിച്ചതേ എനിക്കൊരു സാരി വാങ്ങിക്കാനാ. എടി മോഹനവല്ലി, അഭിനയമോഹം മൂത്ത് പ്രാന്തി പിടിച്ച് നടക്കുന്ന നിന്നെ പോലെ കുറെ പേരുണ്ട്. നിനക്കൊരു പണി തരണോന്ന് ഞാൻ വിചാരിച്ചതന്നാടി. എടി കാശ് കൊടുത്ത് അഭിനയിക്കാൻ പറ്റുമോടി? അതിന് പ്രതിഭ വേണം. പ്രതിഭ. ഏത് പ്രതിഭ? പ്രതിഭോ? എടി പ്രതിഭ കലാതിലകം വേണമെന്ന്. എടി ഈ പ്രതിഭയുള്ള എനിക്ക് തന്നെ ഇവിടെ അവസരമില്ല. ഇടി അവാർഡ് കിട്ടിയെന്നൊക്കെ പിന്നെ ഞാൻ ഈ പത്രത്തിൽ കൊടുത്തതേ അതെന്റെ ഒരു ട്രിക്കാ. അതുകൊണ്ട് എന്താ എന്റെ അടുത്ത് മീൻ മേടിക്കാനേ ആൾക്കാരുടെ ക്യൂവ് പൊടി കാലമാടത്തി അഭിനയിക്കാൻ നടക്കുന്നു. ഓ മീൻ വേണോ? മീനെ മാനവും പോയി പൈസയും പോയി. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇനി എങ്ങോട്ട് പോകും? കമൽഹാസന്റെ അനിയത്തിയോ? അയാളെ പറ്റിക്കും. എൻ്റെ ഭഗവതി, കാറ്റും മഴയൊന്നും വരല്ലേ, തക്ക സമയത്ത് കറണ്ട് പോകല്ലേ. അങ്ങനെയൊക്കെ വരാതിരുന്ന എൻ്റെ മോനെ കൊണ്ട് ഞാൻ 101 പ്രാവശ്യം ശയന പ്രദർശനം ചെയ്യിപ്പിച്ചേക്കാവേ. ഇരിക്കട്ടടാ. ഒന്നും മിണ്ടാതിരിക്കുക അച്ഛൻ. 7 മണിയായി. ഇപ്പൊ തന്നെ പരിപാടി തുടങ്ങാറായി. എന്തായാലും മോഹനവല്ലിയുടെ അമ്മയ്ക്ക് കൃത്യസമയത്ത് പനി വന്നത് നന്നായി. ഇല്ലെങ്കിൽ അവള് കയറി പാടത്തില്ലായിരുന്നു, എന്റെ ചാൻസ് പോയനായിരുന്നു. ആണ്ട് തന്നെ വന്നില്ല. അമ്മയ്ക്ക് കുറവുണ്ടോടി? ആശുപത്രി വീട്ടിൽ കൊണ്ടുപോയോ? എന്റെ മമ്മി പോയ ഉടനെ തേങ്ങാ ടിവിയിൽ ആൾക്കാർ ഇവിടെ വന്നു. മമ്മിയെ കൊണ്ട് വീട്ടിലെ പാട്ടെന്ന പരിപാടി പാട്ട് പാടിക്കാൻ വേണ്ടി. മമ്മി ഇല്ലാതെ അച്ഛമ്മയ്ക്ക് ആ ചാൻസ് കിട്ടി. ഇതാ ഇപ്പൊ TV വരും. അത് 7 മണിക്ക്. അങ്ങനെയാടി ഭാഗ്യം വരുന്നത്. ഞാൻ കലക്കിയിട്ടുണ്ട്, കണ്ടു നോക്ക്. എവിടെ കൊന്നു? നിക്കടി എവിടെ? അങ്ങനെ ഇപ്പൊ നീ സൂര്യണ്ട ഇവിടെ ഇരിക്കടി. പരിപാടി തുടങ്ങി. ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ സൂപ്പർ, താങ്ക്സ്. ഇന്ന് മമ്മി ഉറങ്ങത്തില്ല. ഞാനേ അമ്മയെ കാണാനൊന്നും പോയതല്ല, കള്ളം പറഞ്ഞതാ. ആ സുശീലല്ലേ എന്നെ സീരിയൽ അഭിനയിപ്പിക്കാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയതാ. എന്നിട്ട് മമ്മി അഭിനയിച്ചോ? എന്നെ പറ്റിച്ചു സുശീല. അമ്മയുടെ അരിക്കലത്തിൽ നിന്ന് ഒരു 5000 രൂപ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ, അതും കൊണ്ടാ പോയെ. TV-യിൽ മുഖം കാണിക്കണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ഇപ്പൊ കടിച്ചതുമില്ല, പിടിച്ചതുമില്ല. ഉച്ചയ്ക്ക് അവള് വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. എന്നാ പിന്നെ അപ്പോഴേ പറഞ്ഞൂടായിരുന്നു അർജുനേട്ടനെ. കാശ് പോയതാ പോട്ടെ. ആരോട് ചോദിച്ചിട്ടാണ് നീ TV-യിൽ അഭിനയിക്കാൻ പോയത്? നിന്റെ ഭർത്താവ് ഒരുത്തനോട് ഇരിക്കുന്നില്ലയോ? കൊച്ചാണ്ടാണെങ്കിൽ അവനോട് രൂപ ചോദിച്ചോടി നീയേ. സോറി അർജുനേട്ടാ. ഓ സോറി. ഇതിനുള്ള ശിക്ഷ ഇവക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. എന്താ ശിക്ഷ കൊടുക്കണം? ചട്ടകം പഠിപ്പിച്ചു വെച്ചാലോ? ചട്ടകം പഠിപ്പിച്ചു വെക്കാം. മുഖത്ത് വെക്കാം. ചട്ടകം പഠിപ്പിച്ചു. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഏത്ത പിടിക്കാം. ഏത്ത പിടിച്ചാ മതിയെങ്കിൽ ഏത്ത പിടിക്കാം. ഏത്ത പിടിക്കും. 101 ഏത്തം. അയ്യോ, 101 പറ്റത്തില്ല. പറ്റും. ഈ അഹങ്കാരത്തിന് 101 അല്ല 1001 ആയിട്ടുണ്ട്. ഇവിടെ നിന്നാ മതിയോ? മുട്ട് താഴെ കൈയുടെ മുട്ട് താഴെ കൊണ്ടോ.
അയ്യോ അമ്മ ഏത്തോടുന്ന് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. അറിയത്തില്ലയോ? സത്യം. എടാ ഒന്ന് കാണിച്ചു കൊടുടാ ഏത്തോടുന്ന അയ്യോ എനിക്കറിയില്ല. എനിക്കറിയാം. കാണിച്ചു കൊടു. 101 ഏത്തം, 101 ഏത്തം. ഇങ്ങോട്ട് മാറി നിന്ന്. മാറിയില്ലേ? രണ്ട് പിടിക്ക്. നല്ലപോലെ കുലുങ്ങിയിട്. 1 2 3 4 5 6 7 8 9 10 11